എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പോയത്, ഗോവർദ്ധനൊപ്പം പോയത്? ഈ രണ്ടുപേരെയും എത്ര കാലമായി അറിയാം? ഇവരുമായിട്ടുള്ള ഇടപാട് എന്താണ്? എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ? എന്താണ് ബന്ധം? ആ ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞല്ലോ. അപ്പോൾ അത് പറയാതെ മറുഭാഗത്ത് ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടുപാടി നടക്കുമ്പോൾ, പോറ്റിയെ കേറ്റിയെ എന്നുള്ളത് അവിടെ സഖാക്കളാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റി എന്നുള്ള വരി കൂടി ചേർത്ത് ഇപ്പുറത്തെ ഇടതുപക്ഷത്തിനും BJPക്കും പാടാൻ കഴിയുന്ന സാഹചര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് BJP പോകുന്നു എന്നുള്ളൊരു സൂചന ഇന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ കാണുകയും ചെയ്തു. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്നാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധി വിശദീകരിക്കണം എന്നതാണ്. അതായത് അടൂർ പ്രകാശോ ആന്റണിയോ കൂടെ വെറുതെ നിന്നതാണെങ്കിൽ, അക്കമ്പനി ചെയ്തവരാണെങ്കിൽ, കണ്ടത് ചരട് കെട്ടിയത് ആരുടെ കയ്യിലാണ്? സോണിയാഗാന്ധിയുടെ കയ്യിലാണ്. അപ്പോൾ ഹു ഇസ് ദിസ് എന്നുള്ള ചോദ്യത്തിന് സോണിയാഗാന്ധി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്റ്റ് ഇട്ടാൽ മതി, അവിടെ കഴിയും. ഇത്രയും വലിയൊരു നേതാവ് സംശയ നിഴലിൽ നിൽക്കുന്നത് ശരിയല്ല. സോണിയാഗാന്ധിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുമായി അല്ലെങ്കിൽ അവർ സ്വർണ്ണം കക്കാൻ കൂട്ടുനിന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അവരുടെ മേലൊരു സംശയത്തിന്റെ നിഴലുണ്ട്. അവരെ കാണാൻ പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, ഗോവർദ്ധനാണ്. സമ്മാനം കൈമാറിയ ചിത്രമടക്കം പുറത്തു വരുന്നു. അപ്പോൾ എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? വെറുതെ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പിന്നിൽ? ഈ ഒരു സൗഹൃദം എവിടെ നിന്നാണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ വരണം.